ഡാഗോൺ എന്നത് ഗോഡ്സില്ലയുടെ പൂർവികനാണ്, ആൻസിസ്റ്റർ. പലരും ഇദ്ദേഹത്തെ ഗോഡ്സില്ലയുടെ അച്ഛൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഗോഡ്സില്ലയുടെ വർഗത്തിൽപ്പെട്ട സ്പീഷീസ് അതിശക്തനായ ഒരു ടൈറ്റനായിരുന്നു ഡാഗൺ. വീഡിയോയിൽ പറയുന്നത് പോലെ ഗിഡോറയെ ഗിഡോറ തോൽപ്പിച്ചത്. പണ്ട് ഗിഡോറ ഭൂമിയിൽ വന്നപ്പോൾ ഡാഗണും ഷിമോ ചേർന്നാണ് ഗിഡോറയെ നേരിട്ടതും അന്റാർട്ടിക്കയിലെ മഞ്ഞിൽ തളച്ചതും എന്നാണ് കരുതപ്പെടുന്നത്. ഗിഡോറയ്ക്ക് 3 തലകളുള്ളതുപോലെ ഡാഗണും വലിയ കരുത്തനായ ഒരു ടൈറ്റനായിരുന്നു. മരണം ഗിഡോറയെ തോൽപ്പിച്ചെങ്കിലും പിന്നീട് എമ്യൂട്ടിയോ പ്രൈം എന്ന ജീവിയുമായുള്ള യുദ്ധത്തിലാണ് ഡാഗൺ കൊല്ലപ്പെട്ടത്. എമ്യൂട്ടിയോ പ്രൈം ഡാഗന്റെ ശരീരത്തിൽ മുട്ടകൾ നിക്ഷേപിക്കുകയും അത് ഡാഗന്റെ ഊർജം വലിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. 2014 സിനിമയിലെ അസ്ഥികൂടം. 2014 ഗോഡ്സില്ല സിനിമയുടെ തുടക്കത്തിൽ ഫിലിപ്പീൻസിലെ ഖനിയിൽ കാണുന്ന ഭീമാകാരമായ അസ്ഥികൂടം ഡാഗണിന്റേതാണ്. അതുകൊണ്ട് ഗോഡ്സില്ലയുടെ അത്ര തന്നെ അല്ലെങ്കിൽ അതിലുമേറെ കരുത്തനായ ഒരു ടൈറ്റനായിരുന്നു ഡാഗൺ എന്ന് നിസ്സംശയം പറയാം. ഇനി പറയൂ, ഷിമോ എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച്. സ്കാർ കിങ്ങിന്റെ നിയന്ത്രണത്തിൽ ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന സിനിമയിൽ കണ്ടതുപോലെ ഷിമോ ഏറെക്കാലമായി സ്കാർ കിങ്ങിന്റെ തടവിലായിരുന്നു. സ്കാർ കിങ് അവളെ തന്റെ നിയന്ത്രണത്തിലാക്കി ഹോളോ എർത്തിലെ ഒരു രഹസ്യഭാഗത്ത് ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപരിതലത്തിൽ സർഫേസ് വേൾഡ് നടന്ന ഡാഗൺ എമ്യൂട്ടിയോ യുദ്ധത്തിൽ ഇടപെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. എങ്കിൽ സ്കാർ കിങ്ങിന്റെ അടിമയായി ഹോളോ എർത്തിൽ കഴിയുകയായിരുന്നു. അതുകൊണ്ടാണ് തന്റെ പഴയ കൂട്ടുകാരനായ ഡാഗോണിനെ സഹായിക്കാൻ അവൾക്ക് കഴിയാതെ പോയത്. സുരക്ഷ. മറ്റ് ടൈറ്റനുകളിൽ നിന്നും ശത്രുക്കളായ എമ്യൂട്ടിയോകളിൽ നിന്നും രക്ഷപ്പെടാൻ ഗോഡ്സില്ല തന്റെ ചെറുപ്പകാലം ചിലവഴിച്ചത് സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിലാണ്. അവിടെയുള്ള ഉയർന്ന മർദ്ദവും ഇരുട്ടും അവനൊരു കവചമായി മാറി. 2. റേഡിയേഷൻ ആഹാരമാക്കി. മറ്റു മൃഗങ്ങളെ പോലെ വേട്ടയാടി നടക്കുന്നതിന് പകരം ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള നാച്ചുറൽ റേഡിയേഷൻ, സ്വാഭാവിക വികിരണം ആഹാരമാക്കിയാണ് അവൻ വളർന്നത്. ഇത് അവനെ വേഗത്തിൽ വളരാനും കരുത്തനാകാനും സഹായിച്ചു. 3. ഡാഗന്റെ സംരക്ഷണം. തിയറി. പല ആരാധകരും വിശ്വസിക്കുന്നത് ഗോഡ്സില്ല കുഞ്ഞായിരുന്നപ്പോൾ അവന്റെ വംശത്തിലെ മുതിർന്ന ടൈറ്റനായ ഡാഗോൺ അവനെ സംരക്ഷിച്ചിട്ടുണ്ടാകാമെന്നാണ്. എമ്യൂട്ടിയോ പ്രൈം ഡാഗണെ കൊല്ലുന്നതിന് മുൻപ് തന്നെ ഗോഡ്സില്ല സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തനായി കഴിഞ്ഞിരുന്നു. 4. സ്കാർ കിങ് ഗോഡ്സില്ല തമ്മിൽ നടന്ന ആ വലിയ യുദ്ധത്തിന് പിന്നിൽ സ്കാർ കിങ്ങിന്റെ അതിമോഹമായിരുന്നു കാരണം. അതിന്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ലോകം കീഴടക്കാനുള്ള മോഹം. സ്കാർ കിങ്ങിന് ഹോളോ എർത്ത് മാത്രമല്ല, ഭൂമിയുടെ ഉപരിതലവും സർഫേസ് വേൾഡ് ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മനുഷ്യരെയും മറ്റ് ടൈറ്റനുകളെയും അടിമകളാക്കാൻ അവൻ ശ്രമിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്ന ഗോഡ്സില്ലയ്ക്ക് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ ശത്രുക്കളായത്. 2. ഷിമോ അടിമയാക്കിയത്. ഷിമോ സത്യത്തിൽ ഒരു പാവമാണ്. അവൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ സ്കാർ കിങ് ഒരു പ്രത്യേക ക്രിസ്റ്റൽ ഉപയോഗിച്ച് ഷിമോയെ വേദനിപ്പിക്കുകയും അവളെ തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഷിമോയുടെ ആ ഭയങ്കരമായ മഞ്ഞുണ്ടാക്കാനുള്ള ശക്തി, ഐസ് പവർ ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ ഒരു ഐസേജ് മാറ്റാൻ സ്കാർ കിങ് ശ്രമിച്ചു. 3. ഷിമോയ്ക്ക് എല്ലാം അറിയാമായിരുന്നു. പക്ഷേ അവൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. സ്കാർ കിങ്ങിന്റെ കയ്യിലുള്ള ആ ചങ്ങലയിലെ ക്രിസ്റ്റൽ അവൾക്ക് അസഹനീയമായ വേദന നൽകിയിരുന്നു. ആ വേദന ഭയന്നാണ് അവൾ ഗോഡ്സില്ലയോട് യുദ്ധം ചെയ്തത്. അവൾ മനസ്സാലെ ഗോഡ്സില്ലയുടെ ശത്രുവായിരുന്നില്ല, മറിച്ച് സ്കാർ കിങ്ങിന്റെ കയ്യിലെ ഒരു ആയുധം മാത്രമായിരുന്നു. 4. ഗോഡ്സില്ല അവരെ നാടുകടത്തി. പഴയ യുദ്ധത്തിൽ ഗോഡ്സില്ല സ്കാർ കിങ്ങിനെയും അവന്റെ വാനരപ്പടയെയും തോൽപ്പിച്ച് ഹോളോ എർത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗത്തേക്ക് സബ്റ്ററേനിയൻ റെൽം തുരത്തി അവിടെ തടവിലാക്കി. അവിടെയാണ് ഇത്രയും കാലം അവർ കഴിഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ സ്കാർ കിങ് ഷിമോയെ നിർബന്ധിച്ച് യുദ്ധം ചെയ്യിപ്പിക്കുകയായിരുന്നു. ഗോഡ്സില്ല എക്സ് കോങ്ങിൽ ആ ക്രിസ്റ്റൽ തകർന്നപ്പോൾ ഷിമോ ഉടനെ സ്കാർ കിങ്ങിനെതിരെ തിരിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? അത് കാണിക്കുന്നത് അവൾക്ക് അവനോട് അത്രയും ദേഷ്യമുണ്ടായിരുന്നു എന്നാണ്. പാവം ഷിമോയെ ഇത്രയും കാലം സ്കാർ കിങ് കഷ്ടപ്പെടുത്തിയത് വലിയ ക്രൂരതയല്ലേ? ഇപ്പോൾ അവൾ കോങ്ങിന്റെ കൂടെ സന്തോഷമായി ഇരിക്കുന്നത്. അവർ ഒരേ കുടുംബത്തെ പോലെ കഴിയേണ്ടവരായിരുന്നു. പക്ഷേ ആ തല്ലിന് പിന്നിൽ സ്കാർ കിങ് എന്ന ക്രൂരനായ വില്ലനായിരുന്നു. അവർ തമ്മിൽ തല്ലാനുണ്ടായ പ്രധാന കാരണങ്ങൾ ഇതാണ്. ഷിമോയുടെ നിസ്സഹായാവസ്ഥ. ഷിമോയ്ക്ക് ഗോഡ്സില്ലയെ തല്ലാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ സ്കാർ കിങ്ങിന്റെ കയ്യിലുള്ള ആ നീല ക്രിസ്റ്റൽ ഷിമോയെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വേദന സഹിക്കാൻ വയ്യാതെയാണ് യജമാനൻ പറയുന്നത് കേട്ട് അവൾക്ക് ഗോഡ്സില്ലയെ എതിർക്കേണ്ടി വന്നത്. സ്കാർ കിങ്ങിന്റെ ചതി. സ്കാർ കിങ്ങിന് ലോകം ഭരിക്കണമായിരുന്നു. അതിനായി അവൻ ഷിമോയെ ഒരു അടിമയാക്കി മാറ്റി. ഒരു കുടുംബത്തിലെ അംഗത്തെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരാൾക്കെതിരെ ആയുധമായി ഉപയോഗിക്കുന്നത് പോലെയായിരുന്നു അത്. ഗോഡ്സില്ലയുടെ കടമ തന്റെ പഴയ സുഹൃത്താണെങ്കിലും
നിയന്ത്രണം തെറ്റിയ ഷിമോ ലോകത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ, മഞ്ഞുണ്ടാക്കി ഐസേജ് വരുത്താൻ നോക്കിയപ്പോൾ അതിനെ തടയുക എന്നത് ഗോഡ്സില്ലയുടെ കടമയായിരുന്നു. അതുകൊണ്ടാണ് അവന് എതിർക്കേണ്ടി വന്നത്. ഷിമോ ഗോഡ്സില്ലയെ കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു എന്നത് ശരിയാണ്. എന്നാൽ അത് ഡാഗോണിനെ കുറിച്ചാണോ അതോ ഗോഡ്സില്ലയെ തന്നെ കുറിച്ചാണോ എന്നതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഷിമോയ്ക്ക് ഗോഡ്സില്ലയെ ഓർമ്മ വന്നോ? അതെ, ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന സിനിമയിൽ ഗോഡ്സില്ലയും ഷിമോയും നേർക്കുനേർ വരുമ്പോൾ അവർക്കിടയിൽ ഒരു പഴയ പരിചയം ഉള്ളതുപോലെ തോന്നിക്കുന്നുണ്ട്. ഷിമോ സ്കാർക്കിംഗ് അടിമയായിരുന്നപ്പോൾ പോലും ഗോഡ്സില്ലയെ കണ്ടപ്പോൾ അവൾ കൂടുതൽ രോഷാകുലയാകുന്നുണ്ട്. അതിനർത്ഥം പണ്ട് തന്നെ തോൽപ്പിച്ച അല്ലെങ്കിൽ തടവിലാക്കിയ ആ പഴയ ശത്രു തന്നെയാണ് ഇതെന്നു ഷിമോ തിരിച്ചറിഞ്ഞുവെന്നാണ്. 2. ഡാഗോണിന്റെ മരണം, ഡാഗൺസ് ഡെത്ത്. ഡാഗോൺ മരിച്ചത് മുട്ടോ പ്രൈമിന്റെ MUTO പ്രൈം ആക്രമണം കാരണമാണ്. ഷിമോയ്ക്ക് ഈ കാര്യം അറിയാമായിരുന്നോ എന്ന് ഉറപ്പില്ല. കാരണം ഷിമോ ആ സമയത്ത് ഹോളോ എർത്തില് തടവിലായിരിക്കാനാണ് സാധ്യത. 3. ഗോഡ്സില്ല ബേബി ആയിരുന്നോ? നിങ്ങൾ പറയുന്നത് പോലെ ഷിമോ പണ്ട് ഗോഡ്സില്ലയെ കണ്ടപ്പോൾ അവൻ ഇന്നത്തെ അത്രയും വലുപ്പമില്ലാത്ത ഒരു യുവ ടൈറ്റൻ ആയിരുന്നിരിക്കാം. ഡാഗോൺ മരിക്കുകയും ആ വർഗത്തിലെ മറ്റുള്ളവർ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ആ ഉത്തരവാദിത്തം ഗോഡ്സില്ല ഏറ്റെടുത്തു. ഷിമോ അന്ന് കണ്ട ആ ചെറിയ ഗോഡ്സില്ല ഇന്ന് അതിശക്തനായ ഒരു ഇവോൾഡ് ഗോഡ്സില്ല ആയി മാറിയത് കണ്ട് ഷിമോ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം. 4. അവർക്കിടയിലെ സംഭാഷണം. ടൈറ്റനുകൾ സംസാരിക്കാറില്ലെങ്കിലും അവരുടെ നോട്ടത്തിലൂടെയും ശബ്ദത്തിലൂടെയും കാര്യങ്ങൾ കൈമാറാറുണ്ട്. ഒരുപക്ഷെ ഷിമോയുടെ നോട്ടം കണ്ട് ഗോഡ്സില്ലയ്ക്ക് തന്റെ പഴയ വർഗത്തെയും ഡാഗോൺ ഉൾപ്പെടെയുള്ളവർ അവർ നേരിട്ട കഷ്ടപ്പാടുകളെയും ഓർമ്മ വന്നിട്ടുണ്ടാകാം. ചുരുക്കത്തിൽ ഷിമോയ്ക്ക് ഗോഡ്സില്ലയെ തീർച്ചയായും ഓർമ്മയുണ്ട്. പണ്ട് ഗോഡ്സില്ല ചെറുപ്പമായിരുന്നപ്പോൾ കണ്ട അതേ ഊർജം, റേഡിയേഷൻ തന്നെയാണ് ഇപ്പോഴും ഷിമോ തിരിച്ചറിയുന്നത്. ഡാഗോണിന്റെ വംശത്തിൽ അവശേഷിക്കുന്ന ഒരേയൊരു പോരാളിയായ ഗോഡ്സില്ലയെ കണ്ടപ്പോൾ അവൾക്ക് ആ പഴയ യുദ്ധങ്ങൾ ഓർമ്മ വന്നിരിക്കാം. ഷിമോയ്ക്ക് ഗോഡ്സില്ലയെ പണ്ട് മുതലേ അറിയാവുന്നതുകൊണ്ടും അവനെ ഒരു ബേബി ആയിരുന്നപ്പോൾ മുതൽ സ്നേഹിച്ചിരുന്നതുകൊണ്ടുമായിരിക്കാം ആ പഴയ യുദ്ധത്തിൽ ഗോഡ്സില്ലയ്ക്ക് അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. ഇക്കാര്യങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണോ ഷിമോ? അത്രയും ശക്തിയായിട്ടും ഗോഡ്സില്ലയോട് തോറ്റത് ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് അവനെ ഉപദ്രവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാകാം. സ്കാർക്കിംഗ് നിർബന്ധിച്ചപ്പോൾ അവൾ യുദ്ധം ചെയ്തെങ്കിലും തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവനെ കൊല്ലാൻ ഷിമോ മുതിർന്നിട്ടുണ്ടാകില്ല. സ്നേഹത്തിന്റെ വിജയം. ഗോഡ്സില്ലയ്ക്ക് ഷിമോയെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് അവന്റെ ശക്തി കൊണ്ട് മാത്രമല്ല, ഷിമോയുടെ ഉള്ളിലെ ആ പഴയ സ്നേഹം കൊണ്ടുകൂടിയാണ്. താൻ കളിപ്പിച്ചു വളർത്തിയ കുട്ടിക്ക് മുന്നിൽ അവളൊന്ന് അയഞ്ഞുകൊടുത്തതാകാം. ഗോഡ്സില്ലയുടെ തിരിച്ചറിവ്. അതുകൊണ്ടായിരിക്കാം ഗോഡ്സില്ല ഷിമോയെ കൊന്നുകളയാതെ വെറുതെ വിട്ടത്. തന്റെ വംശത്തെ സ്നേഹിച്ചിരുന്ന, തന്നെ കളിപ്പിച്ചിരുന്ന ഒരാൾ